സഹകരണ ബാങ്ക് അധികൃതരുടെ ഭീഷണിയെ തുടർന്ന് ആലപ്പുഴ എസ്.എൽ. പുരത്ത് വീട്ടമ്മ ആത്മഹത്യ ചെയ്തു. എസ്.എൽ. പുരം കാര്യവള്ളി സുധീറിന്റെ ഭാര്യ ആശയാണ് മരിച്ചത്. CPM നിയന്ത്രണത്തിലുള്ള എസ്.എൽ. പുരം സർവീസ് സഹകരണ ബാങ്കിൽ നിന്ന് പ്രസിഡന്റും സെക്രട്ടറിയും ഉൾപ്പെടെയുള്ളവർ വീട്ടിലെത്തി ഭീഷണി മുഴക്കിയതിന് പിന്നാലെയാണ് ആശ ആത്മഹത്യ ചെയ്തതെന്ന് ഭർത്താവ് സുധീർ പറഞ്ഞു. ആലപ്പുഴയിലെ ഒരു സ്വകാര്യ സ്ഥാപനത്തിലെ തൊഴിലാളിയായിരുന്ന ആശ 2 ദിവസം മുൻപാണ് ആത്മഹത്യ ചെയ്തത്. വീട് നിർമ്മിക്കുന്നതിനായി 2010-ൽ എസ്.എൽ. പുരം സഹകരണ ബാങ്കിൽ നിന്ന് ആശയുടെ ഭർത്താവ് സുധീർ 1 ലക്ഷം രൂപ വായ്പ എടുത്തിരുന്നു. പിന്നീട് വായ്പ 2.5 ലക്ഷമായി പുതുക്കിയെടുത്തു. കുറെ പണം തിരിച്ചടച്ചു. എങ്കിലും വീണ്ടും കുടിശ്ശിക വന്നു. കഴിഞ്ഞ ദിവസം ബാങ്ക് പ്രസിഡന്റിന്റെയും ഡയറക്ടർ ബോർഡ് അംഗങ്ങളുടെയും നേതൃത്വത്തിലെത്തി ഭീഷണി മുഴക്കിയെന്ന് സുധീർ പറഞ്ഞു. ആ സമയം ആശ മാത്രമായിരുന്നു വീട്ടിലുണ്ടായിരുന്നത്. ബാങ്കുകാർ മടങ്ങിയതിനു പിന്നാലെയാണ് ആശയുടെ മരണം. ജോലിസ്ഥലത്തായിരുന്ന തന്നോട് ബാങ്കിൽ നിന്ന് ആളുകളെത്തിയെന്ന് ആശ കരഞ്ഞുകൊണ്ട് പറഞ്ഞതായും സുധീർ ജനൻ ടിവിയോട് പറഞ്ഞു. അവർ 3 വണ്ടിയിലാണ് വന്നത്. 3 വണ്ടി വന്നിട്ട് ഏതാണ്ടും മോശമായ ഏതാണ്ടും അവിടെയൊക്കെ പറഞ്ഞ്. അപ്പോൾ അവൾ നിലവിളിച്ചിട്ടാണ് എന്നെ വിളിച്ച് പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞ് നമുക്ക് ചൊവ്വാഴ്ച രാവിലെ ചെന്ന് കാര്യങ്ങളെല്ലാം പറയാമെന്നുള്ള എന്തിനാണ് ഞങ്ങൾ ഇരുന്നത്. അപ്പോൾ വേറൊരു നമ്മുടെ മേഴ്സിനെ വിളിച്ചും പറഞ്ഞു കഴിഞ്ഞാൽ പനിയായിട്ട് ആശാന് ആശുപത്രി കൊണ്ടുപോയെന്ന് പറഞ്ഞാണ് ഞാൻ വന്നത്. വന്നപ്പോൾ ഞാൻ വീടിൻ്റെ വടക്കുറ വന്നപ്പോൾ തന്നെ പെണ്ണുങ്ങളെല്ലാം പറഞ്ഞു ശ്രുതി ഇല്ലായിരുന്നല്ല, അപ്പോൾ കെട്ടിത്തൂങ്ങിയ സമയത്ത് ശ്രുതി ഇല്ലായിരുന്നെന്ന് ഓരോരുത്തർ പറയാൻ തുടങ്ങി. അപ്പോൾ ഞാൻ വീട്ടിൽ വന്നപ്പോൾ ഇങ്ങനെ മേലാതെ ആൾ ഇതായെന്ന് പറഞ്ഞ്. അപ്പോൾ തിരക്കാൻ വേണ്ടി ബാങ്കിൽ നിന്ന് ഇങ്ങനെ ആൾ വന്നിട്ടാണ് ചെയ്തതെന്നാണ് എൻ്റെ പറയുന്നത്. അപ്പോൾ കൊച്ചു പിള്ളേരാണ് എനിക്കുള്ളത് 2 പേര്. CPM നിയന്ത്രണത്തിലുള്ളതാണ് എസ്.എൽ. പുരം സർവീസ് സഹകരണ ബാങ്ക്. 3 വാഹനങ്ങളിലായാണ് ബാങ്ക് പ്രസിഡന്റും സെക്രട്ടറിയും ബോർഡ് അംഗങ്ങളും എത്തിയതെന്നും ബന്ധുക്കൾ പറയുന്നു. അതേസമയം ബാങ്ക് അധികൃതരുടെ ഭീഷണിയാണ് ആശ ആത്മഹത്യ ചെയ്യാൻ കാരണമെന്ന് കുടുംബം പ്രതികരിച്ചതോടെ ബാങ്ക് അധികൃതരും പ്രദേശത്തെ CPM നേതാക്കളും ചേർന്ന് കുടുംബത്തെ ഭീഷണിപ്പെടുത്താനും ശ്രമിക്കുന്നുണ്ട്. വായ്പെടുത്താൻ ആദ്യമേ 1 രൂപയാണ് എടുത്തത്. പിന്നെ അത് 2.5 പുതുക്കി വെച്ചിട്ട് പിന്നെയും പുതുക്കാൻ വേണ്ടിയാണ് പറയണത് അവർ. പിന്നെയും പുതുക്കുമ്പോൾ നമ്മൾ ഉള്ള പൈസ അടക്കാൻ സമയം ഞാൻ കൂലിപ്പണിക്കാരനാണ്, നമുക്ക് അടക്കാൻ പറ്റുന്നില്ല. ഇപ്പോൾ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഓരോരുത്തർ വന്നിട്ട്. അപ്പോൾ ഇനി ഏത് പാർട്ടി പോയാലും അത് പിൻവലിക്കുക എന്നാണ് പറയണത് ബാങ്കിൽ നിന്ന്. നിങ്ങൾ പൈസ അടച്ചാൽ അത് റെഡിയാകത്തുള്ള നടപടി ഇപ്പോഴും പറഞ്ഞു. ഞാൻ നേരത്തെ നമ്മളൊരു പാർട്ടിക്കാരനെ കണ്ടായിരുന്നു. അപ്പോൾ അവരും പറയണത് എന്തെല്ലാം ചെയ്താലും പൈസ അടക്കാതെ ഇത് ഒന്നും ചെയ്യാനെന്നാണ് പറഞ്ഞിരിക്കുന്നത് ബാങ്കിൽ നിന്ന്. ബാങ്ക് ഭരണസമിതി അംഗങ്ങൾ വീട്ടിലെത്തി ഭീഷണി മുഴക്കിയതായി പോലീസിന് മൊഴി നൽകിയിട്ടുണ്ടെന്ന് കുടുംബാംഗങ്ങൾ പറഞ്ഞു. കൂലിപ്പണിക്കാരനായ സുധീറിന്റേത് നിർധന കുടുംബമാണ്. ജനം, ആലപ്പുഴ.